മിസ്റ്റർ ബട്ട്ലർ സോഡ മേക്കറുകളിൽ സാധാരണ കണ്ടുവരാറുള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡൽ. ഇതിൻ്റെ പുതിയ മോഡൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ലീക്ക് ഡിസൈനോട് കൂടി വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഇൻസ്റ്റാ ഫിസ്. രണ്ടും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എനിക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാൻ എളുപ്പമായിട്ട് തോന്നിയേക്കണത് പുതിയ മോഡലാണ്. ഈ ഒരു രീതിയിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. മുകളിലും താഴെയും പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്, സെൻറ്റർ സ്റ്റീലും. പിന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ കൂടെ 1 ലിറ്ററിൻ്റെ ബോട്ടിലും ഒരു ഫുൾ കുറ്റി സിലിണ്ടറും നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കും. ഇനി ഉപയോഗിക്കാനായിട്ട് ആദ്യം ഈ ബോട്ടിൽ ഊരിയെടുക്കുക. ഇനി ഈ ഒരു ഹെഡ് ലെഫ്റ്റിലേക്ക് തിരിച്ച് അപ്പോൾ അതിൻ്റെ ലോക്ക് റിലീസാവും. അതിനുശേഷം ഈ ഹെഡ് ഊരിയെടുക്കുക. ഇതിലേക്കാണ് സിലിണ്ടർ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു മോഡലിൽ ആ ഒരു സിലിണ്ടർ വെക്കുന്നൊരു ഭാഗം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു വാഷർ കാണാനായിട്ട് സാധിക്കും. സിലിണ്ടർ സെറ്റ് ചെയ്ത് ഒത്തിരി നാൾ ഉപയോഗിച്ചതിന് ശേഷം ആ സിലിണ്ടർ ഊരിയെടുക്കുമ്പോൾ ആ വാഷറും അതിനോടൊപ്പം ഊരിപ്പോരും. നമുക്കത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കളഞ്ഞു പോകും. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൽ ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ട്, ആ ബോട്ടിലിൽ ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ടും സാധിക്കില്ല. പുതിയ മോഡലിലേക്ക് വരുമ്പോൾ അതിലും നമുക്ക് അത്തരത്തിൽ ഒരു വാഷർ കാണാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഫിക്സ്ഡ് ആണ്, നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കില്ല. വളരെ നല്ല കാര്യമാണ്. ഈ വാഷർ പോയിട്ടുള്ള ഒത്തിരി കംപ്ലൈൻറ്റ്സ് നമുക്ക് വരാറുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നിയേക്കണ ഒരു കാര്യം, ഈ ഒരു മോഡലിൻ്റെ പോരായ്മകളെല്ലാം ഏറെക്കുറെ പരിഹരിച്ചിട്ടാണ് പുതിയ മോഡൽ മാർക്കറ്റിൽ അവതരിപ്പിച്ചേക്കുന്നത്. അത് കാണാനുള്ള ആ ഒരു ഭംഗിയാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാനുള്ള എളുപ്പമാണെന്നുണ്ടെങ്കിലും പിന്നെ ആ വാഷർ പറഞ്ഞില്ലേ അതടക്കം. ഇനി സിലിണ്ടർ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. അതിനുശേഷം റൈറ്റിലോട്ട് തിരിക്കുക. ഇത് ലോക്ക് ചെയ്യുക. സിലിണ്ടർ ഇറക്കി വെക്കുമ്പോൾ ഈ ഒരു ആരോ മാർക്ക് ഈ രീതിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇറക്കി വെക്കാനായിട്ട്. എന്നിട്ട് വേണം ലോക്ക് ചെയ്യേണ്ടത്. ഇനി ബോട്ടിലിൽ വെള്ളം എടുക്കുക. വെള്ളം എടുക്കുമ്പോൾ ഇവിടെ ഒരു മാർക്ക് വരുന്നുണ്ട്. ആ ഒരു ലെവലിൽ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് മുകളിലോട്ട് കൂടിപ്പോയി എന്ന് വെച്ചും വിഷയമൊന്നുമില്ല. പരമാവധി ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ വെള്ളം എടുക്കാനായിട്ട് നോക്കുക. ഈ ഒരു നോബ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ മാർക്ക് കൊടുത്തേക്കുന്നത്. വെള്ളം എടുക്കുമ്പോൾ നിങ്ങൾക്ക് തണുത്ത വെള്ളം എടുക്കുക, അല്ലെങ്കിൽ നോർമൽ വാട്ടർ എടുക്കുക. എന്തെങ്കിലും എസെൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിലായിട്ട് ഒരു വലിയ സ്വിച്ച് വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഈ ഒരു ബോട്ടിലേക്ക് വെള്ളത്തിലേക്ക് അത് ഫില്ല് ചെയ്യും. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എത്ര പ്രാവശ്യം പ്രസ് ചെയ്യണം എന്നുള്ളത്. നോർമൽ പ്രസ്സിങ് ആണെന്നുണ്ടെങ്കിൽ 5 പ്രാവശ്യം നിങ്ങൾ പ്രസ് ചെയ്യണം. ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ഇതിലേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഗ്യാസ് ഫില്ലാവണമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയും കിട്ടും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ 5 പ്രാവശ്യം പ്രസ് ചെയ്തു. ആ 5 പ്രാവശ്യം പ്രസ് ചെയ്ത ആ ഒരു വെള്ളത്തിന് ഗ്യാസ് നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ 6 പ്രാവശ്യം നിങ്ങൾക്ക് പ്രസ് ചെയ്യുക. ഇനി 5 പ്രാവശ്യം പ്രസ് ചെയ്തു, നിങ്ങൾക്കത് ഗ്യാസ് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ 4 പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നിങ്ങൾക്കിത് ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും എത്ര പ്രാവശ്യം പ്രസ് ചെയ്യണം എന്നൊക്കെ. നോർമലി നിങ്ങൾ ഒരു 5 പ്രാവശ്യം മിനിമം പ്രസ് ചെയ്ത് നോക്കാം. ഗ്യാസ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു ബോട്ടിൽ ഡയറക്റ്റ് തിരിച്ച് ഊരിയെടുക്കുന്നതിന് മുമ്പായിട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്വിച്ചും കൂടി കാണാനായിട്ട് സാധിക്കും. ഗ്യാസ് റിലീസ് ചെയ്യാനായിട്ടുള്ള സ്വിച്ച്. ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ബോട്ടിൽ ഊരിയെടുക്കാനായിട്ട്. ഡയറക്റ്റ് നിങ്ങൾ ഇത് ഊരിയെടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഗ്യാസിൻ്റെ ഇതുകൊണ്ട് വെള്ളം പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബോക്സിലകത്തായിട്ട് ഒരു ക്യാപ്പ് കൂടി വരുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ നമുക്ക് അടച്ചു വെക്കാനായിട്ട്. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സിലിണ്ടർ നിങ്ങളൊന്ന് ലൂസാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ടൈറ്റിലാണല്ലോ വെക്കണത്. അപ്പോൾ അത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലൂസാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്യാസ് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയണത്. പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഫുൾ കുറ്റി സിലിണ്ടർ ഉപയോഗിച്ച് 1 ലിറ്ററിൻ്റെ ബോട്ടിലിൽ 35-40 പ്രാവശ്യം നമുക്ക് സോഡ അടിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കുറ്റി നമുക്ക് തീർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയ ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വാങ്ങിക്കാനായിട്ട് പറ്റും. 150 രൂപയായിരിക്കും ഇതിൻ്റെ ചാർജ് വരുന്നത്. നിങ്ങൾ ഉപയോഗിച്ച് തീർന്ന സിലിണ്ടർ നിങ്ങൾ കൊടുക്കുക, പുതിയതൊരെണ്ണം വാങ്ങിക്കുക. ഇനി ഈ അഡീഷണൽ നമുക്ക് ഇത്തരത്തിലൊരു സിലിണ്ടർ വേണമെന്നുണ്ടെങ്കിൽ ഇത് പോരാണ്ട് ഇനി ഒരെണ്ണം കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 650 രൂപയായിരിക്കും അതിന് ചാർജ് വരുന്നത്.